ഏതാണ്ട് 10,000-ഓളം പേർക്ക് ദിവസേന ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണ് കൊച്ചിയിലെ സമൃദ്ധി. ഭക്ഷണം വിളമ്പുക എന്ന് പറയുമ്പോൾ ചെറിയ പൈസയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. അവിടെ ഗ്യാസ് കിട്ടാതെ പ്രതിസന്ധി ആയതിനെ തുടർന്നാണ് ഇങ്ങനെ വിറകടുപ്പിലേക്ക് പാചകം മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. മേയർ ഇന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലെ നിർവഹിച്ചു. വിറക് അടുപ്പ് കത്തിച്ച് എന്തായാലും ഇവിടെ പാചകം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലാളികളൊക്കെ സജീവമായിട്ടുണ്ട്. വിറകടുപ്പിലേക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതെ അതെ, നമുക്ക് വിറകടുപ്പ് ഗ്യാസിനേക്കാൾ സ്പീഡാവും. കുഴപ്പമില്ല, ഭക്ഷണം മുടങ്ങില്ല അല്ലേ? ഇല്ല, ഒരിക്കലില്ല. നമ്മൾ ഗ്യാസ് ഇല്ലെങ്കിലും നമ്മൾ ഇതിൽ ഓക്കെയാണ്. പിന്നെ അതാണ് കൊച്ചി സമൃദ്ധിയിൽ ഭക്ഷണം മുടങ്ങില്ല എന്നതാണ്. എന്തായാലും പ്രതിസന്ധി ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വരുന്നുവെന്ന് മേയർ പറയുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രതിസന്ധി പരിഹരിക്കും. കാരണം ഒരാൾ പോലും, കൊച്ചിയിലുള്ള ഒരാൾ പോലും ഉച്ചയ്ക്ക് പട്ടിണിക്കിടാതെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഒരു പകര സംവിധാനത്തിലേക്ക് സമൃദ്ധിയെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിറക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വിഭവങ്ങളും ഇതിൽ പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് 10 സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് സ്റ്റീമറിൽ തന്നെയാണ്. പക്ഷെ കറികളെല്ലാം പുറത്തേക്ക് മാറ്റാം. വേറെ മറ്റൊരു പ്രശ്നമുള്ളത്, ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കൊച്ചി നഗരത്തിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പലർക്കും തൊഴിലില്ല, ഹോട്ടലുകളൊക്കെ പൂട്ടി. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കെയറിംഗ് ഉണ്ടാവും? അത് ഇന്നലെ ഞാനിപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് കൂടി സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ പല ഹോട്ടലുകളും ഈ വിറകടപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുറക്കാനുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായും അക്കാര്യത്തിൽ ഇടപെടലുണ്ടാവും. 30 സിലിണ്ടറുകളാണ് ഇവിടെ സമൃദ്ധിയിൽ ഒരു ദിവസം ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷേ 10 കിട്ടുന്നുള്ളൂ. വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ നിന്നാണ് കൊച്ചിയിലെ മറ്റ് സമൃദ്ധി ഹോട്ടലുകളിലേക്കും ക്യാൻറ്റീനുകളിലേക്കും ഭക്ഷണം കൊണ്ടുപോകുന്നത്. എന്തായാലും പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അടുപ്പുകൾ കത്തിച്ചു തുടങ്ങിയത്. എന്തായാലും വരും ദിവസങ്ങളിലും കൊച്ചിയിൽ ഭക്ഷണം മുടങ്ങില്ല, ചെറിയ വിലയ്ക്ക് ഭക്ഷണം ലഭ്യമാകുന്ന പദ്ധതി മുടങ്ങില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ശരത് അമ്പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.